ഇൻ കേസ് ഓഫ് എ ഫയർ, ഒരു സ്മാർട്ട് ബിൽഡിംഗ് അല്ലെങ്കിൽ BMS ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടുത്തെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, ഗ്യാസ് ഡിറ്റക്ടേഴ്സ്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസേഴ്സ് എല്ലാം ഈ സിറ്റുവേഷൻ ഒരു ഫയർ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാവുന്ന CO2 വേരിയേഷൻ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ, സ്മോക്ക് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്ത് ആ ഡാറ്റ നമ്മുടെ BMS സെർവേഴ്സിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. BMS സെർവേഴ്സ് നമ്മുടെ ഫയർ പാനൽ യൂണിറ്റ് ത്രൂ അവിടുത്തെ ഡാമ്പേഴ്സ്, വെന്റിലേഷൻ യൂണിറ്റിലുള്ള ഡാമ്പേഴ്സിനെയൊക്കെ ക്ലോസ് ചെയ്ത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നു. സോ ഈ സ്മോക്ക് ബാക്കിയുള്ള ബിൽഡിങ്ങിലെ റൂംസിലോട്ടൊന്നും സ്പ്രെഡ് ചെയ്യാതെ നോക്കുന്നു. ഇത് കൂടാതെ എക്സോസ്റ്റ് ഫാൻസ് എല്ലാം ഓൺ ചെയ്ത് ആ സ്മോക്ക് ഉണ്ടായ ഏരിയയിൽ നിന്ന് സ്മോക്കിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളാൻ നോക്കുന്നു. നെക്സ്റ്റ്, ഈ BMS സിസ്റ്റം നമ്മുടെ എമർജൻസി യൂണിറ്റിനെ ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് അലേർട്ട് ചെയ്ത് അവരെ ത്രൂ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ടീം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുകയും ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഓരോ ചെറിയ ഫാൾസിനെയും പിൻ പോയിന്റ് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് അത് ആ ഒരു മെഷീനറീനെയോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയോ ബാധിക്കുന്നതിന് തൊട്ട് മുമ്പായി തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെഷറാണ് കൊണ്ടുവരുന്നത്.